ഹായ് കൂട്ടുകാരെ, അപ്പോൾ ദാ നമ്മളെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നല്ല, നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് കേട്ടോ ഇച്ചായന്. അപ്പോൾ ദാ ഓൾറെഡി നമ്മുടെ അടുത്ത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പുൽക്കൂടാണ് കേട്ടോ ഇത്. പപ്പ ഉണ്ടാക്കിയതാണേ. അപ്പം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം മേടിച്ചാൽ, നേരത്തെ ഉണ്ടായതൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം മേടിച്ചതാണ് ഇച്ചായനും ജിജോയ്ക്കപ്പോടെ. അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസിലാട്ടോ, നമ്മുടെ വാതിൽ അവിടെയാണ്, ഇപ്പുറത്തെ വീടിൻ്റെ വാതിൽ ഇവിടെയാണ്. അപ്പം നമ്മൾ ഇതിലല്ലേ നമ്മുടെ വഴി. പണ്ട് നമ്മൾ ഇവിടെയായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവിടെയായിരുന്നു അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പ്. അപ്പം ഇപ്പം ഇതാ നമ്മൾ വഴിയായതുകൊണ്ട് നമ്മൾ വഴി അടച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട്, പിന്നെ നമ്മുടെ അടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല ഹൈറ്റിൽ. അപ്പോൾ തൽക്കാലം നമ്മൾ വെച്ചിരിക്കുന്ന ഇവിടെ ഒരു ചെയറിനകത്ത് തന്നെയാണ്. ഇവിടെ ഗബ്രൂട്ടന് എടുക്കുമെന്നൊക്കെ അറിയാം, പക്ഷേ നമുക്ക് ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഇച്ചാനിതാ കച്ചി പോയി മേടിച്ചിട്ട് വന്നു. കാരണം പുല്ലും കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മുടെ ഇവിടെ പിച്ചാനില്ല. കാരണം വെച്ചാൽ ഭംഗി കിട്ടത്തില്ല ഇവിടെ ഉള്ളത് പിച്ച് വെച്ചാൽ. അതുകൊണ്ട് നമ്മളത് മേടിച്ചു. പിന്നെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതാണ്. ആ ഒരു ബോൾസൊക്കെ ഇല്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പം കാണിക്കണമെന്ന്. എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേളിൽ കിടക്കുന്ന പപ്പായക്ക് ഓറഞ്ച് നിറമാണ്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെയാണ്. താഴത്തെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നമ്മൾ മേടിച്ചാണ്. പിന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന കാണിച്ചു തരാവേ, കണ്ടോ, അതിനകത്ത് ഇട്ടിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ് ഇല്ലിച്ച. അപ്പോൾ ഈ ട്രീ നമ്മളിവിടെ സെറ്റ് ചെയ്ത് അപ്പം അതിനൊരു നിറമില്ലാത്തതുകൊണ്ട് ഇച്ചാനത് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ്ട് ഇതും നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെയാണ്, മേരി ക്രിസ്മസിനുള്ളത്. അതും ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉണ്ണീശയെ വെച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. സ്റ്റാർ നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നു. നമ്മൾ കമൻറ്റ് കണ്ടാൽ സ്റ്റാർ ഇട്ട് കാണിക്കണം. ഒന്ന് ഇവിടെ ഇട്ട്, ഒന്നിതാ അവിടെ ഇട്ടു, ഒന്നിതാ അയ്യോ എന്ത് ചെയ്ത് അതാണ്ട് ഉണ്ട് മരത്തിൻ്റെ മണ്ടയിൽ. അപ്പോൾ അതാ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച്, വെയിലുള്ള സ്ഥലം ഇപ്പുറത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ലല്ലോ. ഇങ്ങനെ ട്രീ മേടിച്ച് സെറ്റ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മളും പണ്ട് ഇങ്ങനെ ഒന്നെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ മരത്തിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ശിഖരം ഉണ്ടല്ലോ, അത് ഇതുപോലെ വെട്ടി സെറ്റ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു. പണ്ട് ഇവിടെ ട്രീ മേടിച്ചിട്ടുണ്ട്. അത് പോയി, നീ വന്നപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ പീസ് ഇല്ലായിരുന്നില്ലേ? പണ്ട് മേടിച്ചിട്ടുണ്ട്, പക്ഷേ സേഫ്റ്റി പിൻ വേണം. അത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, പോയെല്ലാം. പിന്നെ അതിനകത്ത് കാണുമല്ലോ കുറച്ച് ദാണ്ട് ഒരു പിന്നെ ഇരിക്കുന്നു. ആണോ? അതിൻ്റെയൊക്കെ കളറ് അയ്യോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ വെയിൽ കൊണ്ട് എല്ലാവരും ഭയങ്കര വെയിൽ കേട്ടോ. പിന്നെ ഇപ്പം അങ്ങ് വെളുത്ത് സായിപ്പിനെ പോലെ ഇരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സായിപ്പന്മാർ സൺബാത്ത് എന്ന് പറഞ്ഞ് ചെയ്യുന്നതോ, അത് അവരുടെ സ്കിന്നും നമ്മുടെ സ്കിന്നും വ്യത്യാസമുണ്ട്. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡാർക്ക് അടിക്കും, അവർ ഓൾറെഡി വെളുത്തായോണ്ട് അവർക്ക്. ഓ, അപ്പൊ നീ ഓൾറെഡി കറുത്തയാണെന്നാണ് നീ പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഫുൾ കൂട് നമ്മൾ റെഡിയാക്കി, നമ്മുടെ താണ്ട ട്രീയും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ട്രീയുടെ അടുത്തോട്ട് ഇന്നോട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാവേ. ഗബ്രൂട്ടനാണെങ്കിൽ ഇറങ്ങി ഓടുവാണ്. ആ വഴിയിലിട്ട് പിടിച്ചോണ്ട് വന്നു. വഴിയിലിപ്പോൾ പോയി 2 വട്ടം വഴിയിലിട്ട് പിടിക്കേണ്ടി വന്നു ഗബ്രൂട്ടനെ. അവിടെ ഇരിക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക. നമുക്ക് ഫോട്ടോ കാണാം അതിനകത്ത്, ഫോട്ടോസ് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രീയിൽ ഒരുപാട് സാധനമായത്. ബാക്കി സാധനം എന്താ, നമ്മൾ പായലും വെച്ചേക്കുന്നത്. കച്ചിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ട്രീ ഉണ്ടാക്കിയ സാധനം അതാ ഇതൊക്കെ വേണ്ട. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ട്രീ ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഈ കൊല്ലം നമ്മൾ ട്രീ അങ്ങ് മേടിച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മൾ പിച്ചക്കാരായിരുന്നു, മറ്റുള്ളവരെ പറയുന്ന കണക്ക്. അയ്യോ, ഈ കൊല്ലം നമുക്ക് ഇച്ചിരി പൈസ വന്നപ്പം നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ഈ ട്രീ മേടിച്ചു. ഡോറയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ട്രീ വേണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ട്രീയുടെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പം. ട്രീ വാങ്ങിക്കണമെന്നേ ഞങ്ങൾ വിചാരിച്ചതല്ല. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മളിതുപോലെ കമ്പ് വെട്ടി സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് മറ്റേത് ഒട്ടിച്ച് വർക്ക് കിച്ചാൻ ചെയ്ത് തന്നെ.
അപ്പൊ ആ ഒരു മൈൻഡിലായിരുന്നു ഇരുന്നത്. പക്ഷെ കണ്ടപ്പം എല്ലാരും ഒക്കെ അവിടെ ഇവിടുന്ന് ആ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ഒരു തള്ളും കൂടെ ആയപ്പോ ഒരു ഒന്നിന്റെ കൂടെ ഒരു തള്ളും കൂടി. അപ്പൊ വേണോടി വേണോ പക്ഷെ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട്. നോക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് ആ റീത്തൊക്കെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗി കിട്ടി. പിന്നെ പുൽക്കൂട് വർഷങ്ങൾക്ക് മുന്നേ പപ്പ ഉണ്ടാക്കിയതാ അല്ലേ? 10 കൊല്ലത്തോളമായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ ഉണ്ടാക്കിയതാ. പണ്ട് പപ്പ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അത്യാവശ്യം വലുതാട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് ഇരിപ്പുള്ളതുകൊണ്ട് എല്ലാ കൊല്ലവും അത് സെറ്റ് ചെയ്താൽ മതി. രസമുണ്ട്. ഇനി രാത്രിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റും കൂടി ഇടുമ്പോൾ സെറ്റ് ആയി. അതും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാം കേട്ടോ. അതെ. പിന്നെ ട്രീ അങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ട്രീയിൽ ഇനി ഇടാൻ സ്ഥലമില്ല. ഇപ്പം ഡോറ വിട്ടിരുന്നോണ്ട് പറയാ അയ്യോ അത് ഈ ട്രീ ചെറുതായി പോലെ ഇനി വലുത് വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന്. കാരണം ഓൾറെഡി എൻ്റെ ഹൈറ്റിനുള്ള ട്രീ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ ഹൈറ്റിനുള്ള ട്രീ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഓൾറെഡി. പക്ഷേ സംഗതിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് നിറഞ്ഞങ്ങ് ഒരുപാട് സാധനമായിപ്പോയി. കഴിഞ്ഞ കൊല്ലത്തെ സാധനം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊല്ലം കുറച്ച് സാധനം കൂടി ഞങ്ങൾ മേടിച്ചു. അതെല്ലാം കൂടി ആയപ്പോഴത്തെ ഒരുപാടായി. പിന്നെ നമ്മുടെ പുൽക്കൂട് ഇത് പപ്പയാണെങ്കിൽ ഫർണിച്ചർ പണിക്കാരനാണ്. അപ്പം പപ്പ 10 കൊല്ലത്തിന് മേളിലായി ഈ പുൽക്കൂട് പണിഞ്ഞിട്ട്. അന്ന് 10 കൊല്ലത്തിന് മേളിൽ നമ്മുടെ പ്രിൻസിനൊക്കെ എന്താ 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പം പണിഞ്ഞ സാധനമാണ്. അല്ല, പ്രിൻസ് ഉണ്ടാവുന്നതിന് മുൻപ് പണിഞ്ഞ, അത് 12 കൊല്ലത്തിന് മേളിലായി. പ്രിൻസ് ഉണ്ടാവുന്നതിന് മുൻപേ പണിഞ്ഞാണ്. ഞങ്ങളത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ലോണം ഇരിപ്പുണ്ട്. ഏത് ബാക്ക് സൈഡല്ല? അവിടെയാ? ബാക്കിൽ വെച്ചില്ല. അപ്പോൾ മേളിലെല്ലാം കച്ചി വെച്ച് നല്ല തൂണ്, ഒരു കച്ചിയുടെ രീതിയിൽ തൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് രാത്രി ആയിരിക്കും മിക്കവാറും ഭംഗി കാണാനായിട്ട് കേട്ടോ. ലൈറ്റും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തെ രാത്രി ആയിരിക്കും കാണാനായിട്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണീഷോയെ നമ്മൾ വെച്ചിട്ടില്ല. ഉണ്ണീഷോയുടെ രൂപം താണ്ട് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കും. പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ അത് സെറ്റ് ചെയ്യുന്നില്ല. സേഫ്റ്റി പിന്നിൻ്റെ മാത്രമല്ല, ട്രീ ആണെങ്കിൽ വെയിറ്റ് കയറിയപ്പോൾ ട്രീ വളഞ്ഞു പോയി. ട്രീ ആണെങ്കിൽ മണ്ട കൊണ്ട് ട്രീ ആണെങ്കിൽ വളഞ്ഞു കിടക്കുക. അതുകൊണ്ട് കുറച്ച് കളറൊക്കെ പോയി കഴിഞ്ഞ കൊല്ലത്തെ. പക്ഷെ കുഴപ്പമില്ല, ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ വലിയ സീനില്ല. നമ്മൾ ഈ പ്രാവശ്യം മേടിച്ച പപ്പാജി, വലിയ പപ്പാജി ഇത് താഴെ കിടപ്പുണ്ട്. ഗബ്രൂട്ടന് ഭയങ്കര പേടി. കുറച്ച് പേടിയല്ല, ഭയങ്കര പേടി ഗബ്രൂട്ടന്. ഡോളുകളെ പോലെ തുറന്നു അടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പുൽക്കൂടും. പിന്നെ കുറച്ച് പേര് ചോദിച്ചത് എനിക്ക് എങ്ങനെയുണ്ട്. ഇപ്പോൾ ഒത്തിരി ഭേദമുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് രാത്രിത്തെ വീഡിയോ കൂടി എടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ പുൽക്കൂട് സെറ്റായി കണ്ടോ. പിന്നെ നമ്മുടെ ട്രീ വേണ്ടില്ലേ, ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം കേട്ടോ. ഇതേ നമ്മുടെ പുൽക്കൂട് കണ്ട. ഇതൊക്കെ നമ്മളന്ന് കത്തിച്ച് കാണിച്ചതാണത്. ഇതാണ് നമ്മുടെ പുൽക്കൂട് കണ്ട. ഞാൻ ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം. സെറ്റല്ലേ. പിന്നെ ഇതിൻ്റെ മേളിലൊക്കെ നമ്മൾ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ട്രീ ഉണ്ടാക്കിയതാട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ഇത് വെച്ചായിരുന്നു നമ്മൾ ട്രീ ഉണ്ടാക്കിയത്. അത് ഈ കൊല്ലം നമ്മൾ കൂട്ടിൻ്റെ മേളിൽ എടുത്തിട്ടു. പിന്നെ ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇതേണ്ട നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മുടെ സ്റ്റാർ കിടന്ന് തിളങ്ങുന്നു. അങ്ങനെ നമ്മുടെ ട്യൂബ് ഓഫ് ചെയ്തതാണ്ട്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർ. ഇത് എനിക്കും ഡോറയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മളന്ന് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കാണിച്ചല്ലേ അടുത്ത്. ഇതാണ് മറ്റൊരു സ്റ്റാർ. ഇത് നമ്മുടെ അമ്മയുടെ വീട്ടിലും ഇട്ടു കണ്ട. സെറ്റല്ലേ, അടിപൊളിയല്ലേ. ഇതും ഇവിടെ ഇതിലൊരു നീലയും മഞ്ഞയും അതാണ് ഇതിൻ്റെ കളർ. പിന്നെ എനിക്കൊന്ന് നടുക്ക് മാത്രം കുറച്ച് മൾട്ടി കളർ കണ്ട. കുറച്ച് മൾട്ടി കളർ നടുക്ക് മാത്രമുണ്ട്. അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഇവിടെ പുൽക്കൂട്. ഇത് പിന്നെ നമ്മുടെ മരത്തിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ വാൽനക്ഷത്രം ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇത് ഞാനും ഇതിനും കൂടെ ഇട്ടേ കേട്ടോ. മിഥുനാണെങ്കിൽ ഇവിടെ രാവിലെ വന്നിട്ട് മിഥുൻ എനിക്ക് ഇട്ട് തന്നിട്ടാണ് പോയത്. മിഥുൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വയറാണ് ഇതൊക്കെ. ഈ കാണുന്നതൊക്കെ ചെറിയ വയറുകളല്ല മിഥുൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. മിഥുൻ ഇലക്ട്രീഷ്യൻ അല്ലേ, അപ്പോൾ അവൻ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്ന് ഇട്ടിട്ട് പോയതാണ് ഉണ്ടല്ലേ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മിഥുനോടും താങ്ക്സ് പറയുന്നു. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ
ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് മേരി ക്രിസ്മസ്, അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ.